എല്ലാവർക്കും നമസ്കാരം. നമുക്ക് അടുത്ത ആഴ്ചയ്ക്ക് നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി എന്തായിരിക്കും, എങ്ങനെയാണ് പെർഫോമൻസ് ചെയ്യുക എന്ന് നോക്കാം. അതോടൊപ്പം നാളേക്കുള്ള 2 ഇൻട്രാഡേ സ്റ്റോക്കുകൾ നോക്കാം. അതിനു മുമ്പായി കഴിഞ്ഞ ബുധനാഴ്ചയിലേക്ക് തന്ന 2 സ്റ്റോക്കുകളുടെ ഇൻട്രാഡേ സ്റ്റോക്കുകളുടെ പെർഫോമൻസ് എങ്ങനെയായിരുന്നു നോക്കാം. അതിനുശേഷം സ്റ്റോക്കുകൾ സജക്ഷൻ ചെയ്തിട്ടില്ല, അതായത് ബുധനാഴ്ച വീഡിയോ ചെയ്തിരുന്നില്ല, അതുകൊണ്ട് തന്നെ വ്യാഴാഴ്ച നമുക്ക് ഇൻട്രാഡേ സ്റ്റോക്കുകളൊന്നും കൊടുത്തിരുന്നില്ല. ഇതാണ് വ്യാഴാഴ്ചത്തെ ചാർട്ട്. അപ്പോൾ നമുക്ക് അത് നോക്കണ്ട. ബുധനാഴ്ചത്തേക്ക്, അതായത് 27-ാം തീയതിക്ക് ആണ് നമ്മൾ കൊടുത്തത്. 27-ാം തീയതി ഒന്നാമത്തേത് വിപ്രോ ആണ്. വിപ്രോ 479 സെൽ എൻട്രി ആയിരുന്നു പറഞ്ഞിരുന്നത്. ഓപ്പൺ ചെയ്ത് 479 ആണ്. അതിനുശേഷം 481 വരെ പോയി, പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് താഴേക്ക് വരികയായിരുന്നു. അതുകൊണ്ട് നമുക്ക് 479 എൻട്രി ലഭിച്ചിട്ടുണ്ട്. അതിനുശേഷം താഴേക്ക് തന്നെയാണ് വന്നത്. ലോ ക്രിയേറ്റ് ചെയ്തത് 471.25 നമ്മുടെ രണ്ടാമത്തെ ടാർഗറ്റായ 472. അപ്പോൾ 2 ടാർഗറ്റും നമുക്ക് അച്ചീവ് ചെയ്തിട്ടുണ്ട്. പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. രണ്ടാമത്തേത് പറഞ്ഞിരുന്നത് അദാനി പോർട്സ് ആണ്. അദാനി പോർട്സിലൊരു ബൈ എൻട്രി ആയിരുന്നു പറഞ്ഞിരുന്നത് 27-ാം തീയതിക്ക്. 1315 ബൈ എൻട്രി പറഞ്ഞു. ഓപ്പൺ ചെയ്തത് 1315 തന്നെയാണ്. പിന്നീട് അവിടെ നിന്ന് കുറച്ച് താഴേക്ക് വന്ന് 1312 എന്ന ലോ ക്രിയേറ്റ് ചെയ്ത് അതിനുശേഷം മേൽപോട്ട് പോവുകയാണ് ചെയ്തത്. അതുകൊണ്ട് 1315 ഒരു എൻട്രി ലഭിച്ചിട്ടുണ്ട്. അതിനുശേഷം അത് അന്ന് ഹൈ ക്രിയേറ്റ് ചെയ്തത് 1342.80 പൈസയിലാണ്. നമ്മുടെ ടാർഗറ്റ് 1322 1326 ആ 2 ടാർഗറ്റും അച്ചീവ് ചെയ്തിട്ടുണ്ട്. അതിന് മുകളിൽ പോയാൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യേണ്ട രീതി പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഏതായിരുന്നാലും 1315 എടുത്തതിന് ശേഷം അത് സ്റ്റോപ്പ് ലോസായ 1306 എന്ന റേഞ്ചിലേക്ക് വന്നിട്ടില്ല. അതേസമയം നമ്മൾ കൊടുത്ത 2 ടാർഗറ്റും അച്ചീവ് ചെയ്തിട്ടുമുണ്ട്. അതുകൊണ്ട് അതിലും പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി കഴിഞ്ഞ വ്യാഴാഴ്ച നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൻ്റെ പെർഫോമൻസ് കൂടി ഒന്ന് കണ്ടിട്ട് നമുക്ക് വിഷയത്തിലേക്ക് വരാം. വ്യാഴാഴ്ചത്തെ പെർഫോമൻസ് ആണ്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10 സിഗ്നലിൽ ഒരെണ്ണമാണ് സ്റ്റോപ്പ് ലോസ് ആയത്. അത് ഓപ്ഷൻ ഇൻഡെക്സ് ഓപ്ഷനാണ്. ഓക്കെ, നമുക്കാദ്യം മാർക്കറ്റ് അടുത്ത ആഴ്ച എന്തായിരിക്കും എന്ന് നോക്കാം. ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിരുന്നു. അതിൽ മാർക്കറ്റ് 22,750 22,800 വരെ പോകുമെന്നാണ് പറഞ്ഞിരുന്നത്. അതേസമയം നമ്മൾ മറ്റൊരു വശം കൂടെ ചിന്തിക്കേണ്ടതുണ്ട്. അതായത് ഒരു നാണയത്തിൻ്റെ 2 വശങ്ങൾ മാർക്കറ്റാകുമ്പോൾ മേലോട്ടും താഴോട്ടും പോകാം, അല്ലേ? നമ്മൾ ഇന്നലെ മേലേക്ക് പോകുന്നതിനെക്കുറിച്ച് സംസാരിച്ചു. ഇനി നമുക്ക് താഴേക്ക് വരുന്നതിനെക്കുറിച്ച് സംസാരിക്കാം. അതിൻ്റെ സാധ്യതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് സംസാരിക്കാം. വീക്കിലി ക്യാൻഡിൽ എടുക്കുമ്പോൾ ഈ ഒരു ട്രെൻഡ് ലൈന് കണ്ടില്ലേ, നമ്മൾ നേരത്തെ വരച്ചതാണ്. ഈ ഒരു ട്രെൻഡിനെ ബേസ് ആക്കിക്കൊണ്ടാണ് മാർക്കറ്റ് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരുന്നത്. ഈ ട്രെൻഡ് ലൈനിനെ ബേസ് ചെയ്തുകൊണ്ട് കഴിഞ്ഞ ആഴ്ച മാർക്കറ്റ് എത്രത്തോളം താഴെ വന്നോ അതിനനുസരിച്ച് തന്നെ മുകളിലോട്ട് വന്ന് ഈ ഒരു ട്രെൻഡിനും മേലെ പോയി പിന്നീട് മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്ന നേരത്ത് താഴേക്ക് വന്ന് ഈ ട്രെൻഡിന് താഴെയാണ് ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ചിന്തിക്കേണ്ട കാര്യമുണ്ട്, ആവശ്യമുണ്ട്. മാത്രമല്ല ഇവിടെ ഒരു മോർണിംഗ് സ്റ്റാർ എന്നാണ് നമ്മൾ കരുതിയിരിക്കുക. അതായത് ഇത് മോർണിംഗ് സ്റ്റാർ അല്ല. മോർണിംഗ് സ്റ്റാർ ആവണമെങ്കിൽ ഈ ഒരു ക്യാൻഡിൽ അതിൻ്റെ പ്രീവിയസ് ക്യാൻഡിലായ, അതായത് കഴിഞ്ഞ ആഴ്ചത്തെ മുമ്പത്തെ ആഴ്ച ഈ റെഡ് ക്യാൻഡിൽ കണ്ടില്ല, ഈ റെഡ് ക്യാൻഡിലിൻ്റെയും മേലെ ക്ലോസ് ചെയ്താൽ മാത്രമേ ഇതിനെ മോർണിംഗ് സ്റ്റാറായി നമുക്ക് പരിഗണിക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതൊരു ഫേക്കാണെന്ന് കൂടെ നമുക്ക് വിശ്വസിക്കാം. അപ്പോൾ ഈ ട്രെൻഡിന് താഴെ ക്ലോസ് ചെയ്തത് കൊണ്ട് ഇനി നമുക്ക് 1 ഡേ ടൈം ഫ്രെയിമിലേക്ക് വരാം. 1 ഡേ ടൈം ഫ്രെയിമിലേക്ക് വരുമ്പോൾ നോക്കൂ, ഈ ഒരു ട്രെൻഡ് ലൈനിനെ ബഹുമാനിച്ചുകൊണ്ട്, അതായത് ഡബിൾ ടോപ്പാണ് ഇവിടെ ഫോം ചെയ്തിരിക്കുന്നത്. നോക്കൂ, ഇവിടെ നിന്ന് ഒരു ഡബിൾ ടോപ്പ് ഇവിടെ ഫോം ചെയ്തിട്ടുണ്ട്. നോക്കൂ, ഇവിടെ ഒരു ഡബിൾ ടോപ്പ് ഫോം ചെയ്തിട്ട് നേരെ താഴേക്ക് വരികയാണ് ചെയ്തത്. മണിക്കൂർ ക്യാൻഡിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ കഴിയും. അതായത് 22,525 എന്ന ലെവലിൽ നിന്നും
എത്ര പെട്ടെന്നാണ് 22,265 എന്ന ലൈനിലേക്ക് വന്നത്. അപ്പോൾ അതിൻ്റെ ഫാസ്റ്റ്നെസ്, അതായത് ഇവിടെ ഇപ്പോൾ ഒരു സ്ട്രൈക്ക് 10 രൂപ ഉണ്ടായിരുന്ന സ്ട്രൈക്ക് ഇതിൻ്റെ സ്പീഡിനനുസരിച്ച് ഇവിടെ എത്തുമ്പോഴേക്കും ചിലപ്പോൾ അത് 100 രൂപ 110 രൂപ ആയിട്ടുണ്ടാകും. അത്രയും സ്പീഡിലാണ് ഈ ഒരു മേൽപോട്ട് പോയി, ആ ഒരു മണിക്കൂറിൽ മേൽപോട്ട് പോയി അതേ സ്പീഡിൽ താഴേക്ക് വന്നു അവസാന മണിക്കൂറിൽ. അപ്പോൾ നമ്മളിനി ചിന്തിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് വീണ്ടും 1 ഡേ ടൈം ഫ്രെയിമിലേക്ക് തന്നെ പോകേണ്ടതുണ്ട്. മാർക്കറ്റ് ഇവിടെ ഡബിൾ ടോപ്പ് ഫോം ചെയ്തു. ഇനി ഇവിടെ നിന്നും നാളെ തിങ്കളാഴ്ച ഈ കഴിഞ്ഞ പ്രീവിയസ് ക്യാൻഡിലിന് താഴെ ഒരു റെഡ് ക്യാൻഡിലാണ് ഫോം ആയത്. അതായത് മാർക്കറ്റ് താഴേക്കാണ് നാളെ വന്നത് എന്ന് വിചാരിച്ചോളൂ. അങ്ങനെയാണെങ്കിൽ മാർക്കറ്റ് വീണ്ടും ഒരു ഫോളിലേക്ക് തന്നെ വരാനുള്ള സാധ്യതയാണ് നമ്മൾ കാണുന്നത്. എൻ്റെ നിഗമനപ്രകാരം ഇവിടെ നിന്നും ഏകദേശം, അതായത് നാളെ ഒരു റെഡ് ക്യാൻഡിൽ ഫോമായി കഴിഞ്ഞാൽ വീണ്ടും അവിടെ നിന്നും 21,000 റേഞ്ചിലേക്ക് വരാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഇത് എത്ര ദിവസത്തിൽ ഇത്ര താഴേക്ക് വരും? അതായത് 21,150 ഈ ഒരു ട്രെൻഡിനെ സംബന്ധിച്ചിടത്തോളം ആഴ്ചയിലാണെങ്കിലും ശരി, വീക്കിലാണെങ്കിലും ശരി, മന്ത്ലി ആണെങ്കിലും ശരി, ഇതൊരു മേജറാണ് ട്രെൻഡാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഇത് വന്ന് തൊടാൻ തന്നെയാണ് സാധ്യത കാണുന്നത്. അതിനുശേഷമായിരിക്കും മുകളിലേക്ക് പോകുക എന്നുകൂടെയാണ് എൻ്റെ കാഴ്ചപ്പാട്. മാത്രമല്ല, ഇപ്പോൾ റൂളിംഗ് പാർട്ടിയാണ് വിജയിക്കുന്നതെങ്കിൽ മാർക്കറ്റ് നല്ലൊരു അപ് ട്രെൻഡ് തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കേണ്ടത്. അതേസമയം റൂളിംഗ് പാർട്ടി പരാജയപ്പെടുകയാണെങ്കിൽ വീണ്ടും മാർക്കറ്റ് താഴേക്ക് ഏകദേശം 20,000 ഈ ഒരു റേഞ്ചിലേക്ക് 19,850 റേഞ്ചിലേക്ക് വരാനും മതി. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ മാർക്കറ്റ് നേരെ ഈ ഒരു ട്രെൻഡിൽ വന്ന് നിൽക്കാം. ഏകദേശം ഒരു മാസ കാലത്തിനുള്ളിൽ ഈ ട്രെൻഡിൽ വന്ന് നിന്നതിന് ശേഷം ഇലക്ഷൻ റിസൾട്ടിനെ ബേസ് ചെയ്തുകൊണ്ട് റൂളിംഗ് പാർട്ടിയാണ് വിജയിക്കുന്നതെങ്കിൽ മാർക്കറ്റ് മുകളിലേക്ക് പോകാം. അല്ല, റൂളിംഗ് പാർട്ടിക്ക് എഗെയിൻസ്റ്റ് ആയിട്ടാണ് കാര്യങ്ങൾ സംഭവിക്കുന്നത് എന്ന് വെച്ചാൽ ഇവിടെ നിൽക്കുന്ന മാർക്കറ്റ് വീണ്ടും താഴത്തേക്ക് വരാം. ഈ 2 സാധ്യതകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇനി ഇവർക്ക് ഈ 2 പാർട്ടിക്കും മെച്ചൂരിറ്റി ഇല്ലെങ്കിലും മാർക്കറ്റ് ഫോളോ ആവാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത്. ഇനി ഞാൻ തലേ ദിവസത്തെ വീഡിയോയിൽ പറഞ്ഞ രൂപത്തിൽ മാർക്കറ്റ് 22,750 പോകണമെങ്കിൽ, അല്ലെങ്കിൽ 23,000 പോകണമെങ്കിൽ മൺഡേ, അതായത് നാളെ വ്യാഴാഴ്ച ക്ലോസായ ഈ ഒരു ക്യാൻഡിലിന് മുകളിൽ തിങ്കളാഴ്ച, അതായത് നാളെ ഒരു ക്യാൻഡിൽ ഫോം ആവണം. ക്യാൻഡിൽ ഫോം ആയാൽ മാത്രം പോരാ, അത് ഈ ആഴ്ച നീണ്ടു നിൽക്കുകയും വേണം. എന്നാൽ മാത്രമേ മാർക്കറ്റ് മുകളിലേക്ക് പോകാനുള്ള ടെൻഡൻസി കാണുന്നുള്ളൂ. അല്ലാത്ത പക്ഷം മാർക്കറ്റ് താഴേക്ക് തന്നെ വരുമെന്നാണ് എൻ്റെ കണക്കൂട്ടലുകൾ. മറിച്ചും സംഭവിക്കാം. ഇനി നമുക്ക് ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരികയാണെങ്കിൽ, ബാങ്ക് നിഫ്റ്റിയും നോക്കൂ, ഈ ഒരു മേജർ ട്രെൻഡിനെ റീട്രേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ നിന്ന് പോയിരിക്കുന്നത്. താഴെ വന്നിരിക്കുന്ന ബാങ്ക് നിഫ്റ്റി ഇവിടെ നിന്ന് കുറേശ്ശെ കയറി കഴിഞ്ഞ പ്രീവിയസ് ഡേയിൽ ശക്തമായ ഒരു ബുള്ളിഷ്നെസ്സിലൂടെ ഈ ഒരു ട്രെൻഡിനെ മറികടന്നുകൊണ്ട് വീണ്ടും താഴെ വന്നാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല, ഡേ ക്യാൻഡിൽ നോക്കുമ്പോൾ നോക്കൂ, ഇവിടെ ഡബിൾ ടോപ്പ് ഫോം ചെയ്തുകൊണ്ട് ഇനി ഇത് താഴത്തേക്ക്, അഥവാ നേരത്തെ നിഫ്റ്റിയിൽ പറഞ്ഞ രൂപത്തിൽ താഴത്തേക്ക് തന്നെ വരാൻ തന്നെയാണ് സാധ്യത കൂടുതലും കാണുന്നത്. മറിച്ച് മേലേക്ക് പോവുകയാണെങ്കിൽ കഴിഞ്ഞ നിഫ്റ്റിയിൽ പറഞ്ഞ മാനദണ്ഡങ്ങൾ അനുസരിച്ച് അത് മേലേക്കും പോകാം. ഏതായിരുന്നാലും എൻ്റെ കാഴ്ചപ്പാടിൽ ബാങ്ക് നിഫ്റ്റി താഴത്തേക്ക് വന്നുകൊണ്ട് ഇലക്ഷന് മുമ്പായി 21,000 തൊടും എന്ന് തന്നെയാണ് കണക്കുകൂട്ടൽ. ഇനി നമുക്ക് നാളത്തേക്കുള്ള 2 സ്റ്റോക്കുകൾ, ഇൻട്രാഡേ സ്റ്റോക്കുകൾ പരിചയപ്പെടാം. ഒന്നാമത്തേത് ഹിൻഡാൽക്കോ ആണ്. ഹിൻഡാൽക്കോ ഒരു ബൈ ഓപ്പർച്യൂണിറ്റിയാണ് ഉള്ളത്. 563 നമുക്കൊരു ബൈ എൻട്രി കൊടുക്കാം. 556 സ്റ്റോപ്പ് ലോസ് വെക്കണം. 570, 575 എന്നിങ്ങനെ ടാർഗറ്റ് വയ്ക്കാവുന്നതാണ്. രണ്ടാമത്തേത് HCL ടെക് ആണ്. HCL ടെക്കിനെ സംബന്ധിച്ചിടത്തോളം ഒരു സെൽ എൻട്രിയാണ് കാണുന്നത്. 1531 നമുക്കൊരു സെൽ എൻട്രി പോസിബിളാണ്. 1540 നമുക്ക് സ്റ്റോപ്പ് ലോസ് വെക്കണം. 1522, 1510 എന്നിങ്ങനെ ടാർഗറ്റ് നമുക്ക് വെക്കാവുന്നതാണ്. ഈ 2 സ്റ്റോക്കുകളും നിങ്ങളുടെ വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യാം. ഈ പറഞ്ഞ സ്റ്റോക്കുകൾ നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ സ്വന്തമായി അനലൈസ് ചെയ്ത് നിങ്ങൾക്ക് പൂർണ്ണമായി ബോധ്യമായാൽ മാത്രം വാങ്ങുക. ലാഭനഷ്ടങ്ങൾക്ക് ഞങ്ങളോ ഞങ്ങളുടെ ചാനലോ ഉത്തരവാദികളല്ല. ഇത് ഒരു എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ്. സുഹൃത്തുക്കളെ, ആഫ്റ്റർ ഓപ്ഷൻ ട്രേഡ് എന്ന് പറയുന്ന ഒരു ടെലഗ്രാം ഗ്രൂപ്പുണ്ട്. അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഞങ്ങൾ നിത്യവും അതിൽ സ്വിംഗ് ട്രേഡ്, ഇൻട്രാഡേ,
സ്റ്റോക്ക് ഓപ്ഷൻ, ഇൻഡെക്സ് ഓപ്ഷൻ തുടങ്ങി എല്ലാ വിധത്തിലുള്ള ട്രേഡിങ്ങുകളും ടിപ്സായി ഞങ്ങൾ സജഷൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം. ഈസ്റ്റർ പ്രമാണിച്ച് നാളെ 1-ാം തീയതി മുതൽ 3-ാം തീയതി വരെ ഞങ്ങളുടെ പ്രീമിയം ഗ്രൂപ്പിൻ്റെ ഒരു 3 ദിവസത്തെ സൗജന്യ ട്രയൽ ഓഫറായി കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ഇന്ന് തന്നെ ജനറൽ ഗ്രൂപ്പിൽ വന്ന് അവിടെ നിന്ന് പ്രീമിയം ഗ്രൂപ്പിൻ്റെ ലിങ്ക് വഴി 3 ദിവസത്തെ സൗജന്യ സേവനം ആസ്വദിക്കാം. നാളെ നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ബൈ.